ഹായ്, വെൽക്കം ബാക്ക് ടു ഫാബ് ബൈ അനീഷ് കൊല്ലം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നാളെ രാവിലെ ഏട്ടനും ഞങ്ങളുടെ മോനും ചേട്ടൻ്റെ മകനും അനിയനും കൂടി മലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ മോനും ചേട്ടൻ്റെ മോനും ആദ്യമായിട്ടാണ് മലയ്ക്ക് പോണത്. അപ്പോൾ അതിൻ്റെ കഞ്ഞിയും കറിയും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത ചേനയും കാച്ചിലും ഒക്കെയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചേമ്പും കപ്പയും ഏത്തക്കായും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. എരിശ്ശേരി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഞാനും ഏട്ടനും കൂടിയായിരുന്നു ആദ്യം ചെയ്ത് തുടങ്ങിയത്. പിന്നെ സഹായിക്കാനൊക്കെ താഴത്തെ വീട്ടിലെ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിരുന്നു. രാത്രി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. വെളുപ്പിന് തന്നെ കഞ്ഞിയും കറിയും ഉണ്ടാക്കണമായിരുന്നു. അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം പ്രിപ്പറേഷൻസ് എല്ലാം രാത്രി തന്നെ കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേനയും കാച്ചിലും നിറയെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ വെക്കുകയായിരുന്നു രാത്രിയിലത്തേക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ വെളുപ്പിന് അവർ പോവും. നാളെ വൈകിട്ടാണ് പോകുന്നത്. നാളെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോകാനാണ് ഇരിക്കുന്നത്. നാളെ രാവിലെ കഞ്ഞി സദ്യ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവർ പോകും. പോയിട്ട് മറ്റന്നാൾ രാത്രി തിരിച്ചു വരും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. സ്വന്തം വീട്ടിലെ സ്വന്തം പറമ്പിൽ ചേനയും കാച്ചിലും. സ്വാമി ശരണയ്യ. അച്ഛൻ ചേട്ടൻ എവിടെ പോകുന്നതാ? ശബരിമല പോകുന്ന നനച്ച് എന്ത് ചെയ്യുന്നു? എന്തിനുള്ളതെന്ന് അറിയാമോ? അത് എന്തിനുള്ളത്? തേങ്ങ. ഇത് പ്രകാശ് മാമൻ, ഇത് മോളി ആൻറ്റി. ഹായ്. ഇത് മാമി. ഇത് ചാനൽ, നമ്മുടെ ചാനൽ വെറുതെ വിടാൻ. നാളെ മലയ്ക്ക് പോകുന്ന എൻ്റെ വിശേഷങ്ങൾ തന്നെ. ഹലോ, ഹായ്. തേങ്ങ പൊതിക്കുവാനേ. അപ്പോൾ അതിൻ്റെ പണിപ്പോരല്ല. കഞ്ഞിയും ഉടച്ചു കറി, കഞ്ഞിയും പുളിച്ച് കഞ്ഞി. അതിൻ്റെ കൂട്ടത്തിൽ എരിശ്ശേരി അല്ലേ? ഉടച്ചു കറി, എരിശ്ശേരി. നമ്മുടെ വീടുകളിലൊക്കെ ഇത് കണക്കൊരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും ബുദ്ധിമുട്ടുന്നത് ഇത് കണക്ക് തേങ്ങ തരുന്നൊരു പരിപാടിക്കായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് വീട്ടുകളിൽ ചിരവേലൊക്കെ തിരികെ എടുക്കാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഫ്രണ്ട്സായ വീടിനടുത്ത് മദേഴ്സ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഗ്രൈൻഡറിൽ ഈ തേങ്ങ തിരിവെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഈ മദേഴ്സ് കിച്ചണിൽ നമ്മുടെ ഈ ഫാബ് എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വ്ളോഗ്, ഒരു ബിരിയാണിയുടേത്, ഒരു കേരള സ്റ്റൈൽ ഫിഷ് ഫ്രൈ, അതുപോലെ ചൈനീസ് കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെയൊക്കെ വ്ളോഗുകളൊക്കെ നമ്മൾ അന്ന് 2-3 വർഷമാകുന്നു ഇപ്പോൾ ഫാബിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പറയുമായിരുന്നു. അങ്ങനെ തേങ്ങയെല്ലാം തിരുവി അവിടുന്ന് നൈസായിട്ട് പോരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ 5 മണിക്ക് തന്നെ ഉണർന്നു. എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് കന്നിസദ്യ അല്ലേ.
ഏകദേശം ഒരു 7:30-8 മണിയോടുകൂടി നമ്മുടെ കഞ്ഞിയും ഉടച്ചു കറിയും എല്ലാം റെഡിയായി. തിരിയെല്ലാം കത്തിച്ചു, ഞാനും അരിയൊക്കെ ഇട്ടു. മോൻ്റെ കന്നിമലയായതുകൊണ്ട് മോനെ, അതാണ് നമ്മൾ ഈ കഞ്ഞി സദ്യ വെക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസങ്ങളായിരുന്നു ശരിക്കും. ഈ കഞ്ഞിസദ്യയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതും ഉണ്ടാക്കുന്നതൊക്കെ കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഏകദേശം 22 വർഷത്തിന് ശേഷമാണ് ഞാൻ മലയ്ക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ. മോനും അതേ കണക്ക് തന്നെ, മോനും ഭയങ്കര ഇൻട്രസ്റ്റും ഹാപ്പി ആയിരുന്നു മലയ്ക്ക് പോകുന്ന കാര്യത്തിൽ. എന്തോ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ അതിലിരുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേമ്പ് ചീനിയെ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് കട്ടിയാവും. അങ്ങ് ഓഫ് ചെയ്തേ. ഇനിയിപ്പോൾ ഇത് തീ വേണ്ട. ആ തവി കഞ്ഞി നമുക്ക് തലയ്ക്ക് കുറച്ച് മുളക്കെണ്ണം വെക്കാനല്ലേ, കുറച്ചെടുത്താൽ മതി മതി മതി. ഇനി ഒരു ചെറിയ രാവിലെ ഇവിടെ ഇട്ട് അവിടെ വെച്ചിട്ട് വെച്ചേക്കാം. ഇച്ചിരി കഴിഞ്ഞിട്ട് കടുകും ശകലം വെള്ളവും കുഴച്ചിട്ട് കഞ്ഞി ഓ വേണ്ടേ വേണ്ടേ ചൂടുണ്ട്. ഓക്കെ ഒരു രാവിലെ ഇട്ടോ. അത് മതി, അത് മതി. എൻ്റെ ഉപ്പ് നോക്കണം നമുക്ക്. ഇനിയോ കഞ്ഞി കൊണ്ടുപോകണം. ആ കൊടുത്തരാ, ഒരു മിനിറ്റ് പറയാം. അയ്യോ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വന്നത് എപ്പോഴത്തേക്കും എടുത്തു കഴിഞ്ഞു. ആ കുഴപ്പമില്ല. ഇതായിരുന്നമ്മ കഞ്ഞി എടുത്തരാനല്ലേ? ഓ നിറച്ചങ്ങ് എടുക്കുവാന്നേ. പെമ്പിള്ളേര് പിന്നെ എല്ലാവർക്കും നിർത്തിയൊരു ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കും. ഫോൺ ചെയ്തോ? അച്ഛ സ്റ്റാച്ചു പോലെ നിൽക്കാതെ അച്ഛ. ഞങ്ങള് ഇന്ന് ശബരിമലയ്ക്ക് പോവാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണേ. തിരിച്ചിടാ അങ്ങനെ യൂട്യൂബിൽ. ഇപ്പൊ കഞ്ഞി വീത്തെല്ലാം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ മലയ്ക്ക് പോകുന്നു. ശരണമയ്യപ്പോ. അങ്ങനെ ഏകദേശം ഒരു 8:30-9 മണിയോടുകൂടി കഞ്ഞി സദ്യ ആരംഭിച്ചു. അത്യാവശ്യം നല്ല ജനത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അളിയനും എൻ്റെ പെങ്ങളും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സഹോദരനും പല സൈഡ് നിൽക്കുന്ന എൻ്റെ ഏട്ടത്തിയുമാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി 2-3 എപ്പിസോഡുകളാക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നാളെ കാണാം. സ്വാമിയേ ശരണമയ്യപ്പ.